നമുക്ക് കുറെ പ്രശ്നങ്ങൾ അതൊക്കെ നമ്മൾ പരിഹരിച്ചു പോകണം. അതൊക്കെ പരിഹരിച്ചു പോകുന്നതോടുകൂടി എല്ലാം നടന്നില്ലെങ്കിലും നോക്കാം, ശ്രമിക്കാം. അത് വെറുതെ നമുക്കെല്ലാം ശ്രമിക്കും. നടക്കാതെ ഇരുന്നാൽ അത് ക്ഷമിക്കണം. കാരണം ശ്രമിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരു ചിരിയോ അല്ലെങ്കിൽ അവരെ മുന്നിൽ ഇരുത്തി സംസാരിക്കാതെ അവിടെ നിന്ന് ആരും പോകില്ല എന്നുള്ളത് ഉറപ്പായിട്ടും. കാരണം പ്രവർത്തകന്മാരുടെ മുന്നിൽ നൽകുന്ന ഒരു ഉറപ്പിനപ്പുറം വേറൊന്നുമില്ല. നേതാക്കന്മാരെല്ലാം നമ്മുടെ പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു സാധനങ്ങൾക്കൊക്കെ വരുന്നത് എന്ന് ഉറപ്പാക്കുന്നതോടുകൂടിയാണ്. മറ്റൊന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ റോഡും ഒക്കെ നമുക്ക് പ്രശ്നങ്ങളാണ്. അതൊക്കെ നമുക്ക് പരിഹരിക്കണം. അതിന് ഫണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്ന വലിയൊരു റിസ്ക് തട്ടു തുടങ്ങി തീർച്ചയായിട്ടും ബസ് സ്റ്റാൻഡിലെ കടമുറികൾ തന്നെയാണ്. ഈ കടമുറികൾ പിന്നെ നമുക്കറിയാം കരിമക്കൊക്കെ ശരിക്കും അതിലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. കുറച്ചൊന്നോ രണ്ടോ വ്യാപാരികളല്ലാതെ ബാക്കി എല്ലാവരും അത്രത്തോളം വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരൊന്നുമല്ല. ഒരു 4 വർഷത്തോളം അവര് നടത്തിയിരുന്ന ഉപജീവനമാർഗം നയിച്ചിരുന്ന അവരുടെ ആ ഒരു കച്ചവട സ്ഥാപനം പൂട്ടിപ്പോയപ്പോ അല്ലെങ്കിൽ തുറക്കാൻ പറ്റാതെ ഇപ്പോഴും കിടക്കുമ്പോ 8 മാസമായി ബസ്റ്റാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പക്ഷെ അത് ഇപ്പോഴും തുറക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ അവരനുഭവിക്കുന്ന കുറെ സാമ്പത്തിക പരാതികളുണ്ട്, അവരെ മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, അതൊക്കെ ആശ്രയിച്ച് നിൽക്കാം. അപ്പൊ അതിന് പാർട്ടി നമുക്ക് തന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം അഡ്വ കമ്മിറ്റിയാണ്. തീർച്ചയായിട്ടും അഡ്വ കമ്മിറ്റിയുമായി കൂടിയാലോചിച്ച് അതിന് വേണ്ട കാര്യം അഡ്വ കമ്മിറ്റിയുമായി കൂടിയാലോചിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മള് സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ട് വ്യാപാരികളെ പരിഗണിച്ചുകൊണ്ട് ഒരു നല്ലൊരു തീരുമാനം നമ്മൾ എടുക്കും. അത് അടുത്ത കൗൺസിലിലുള്ള വെക്കാനുള്ള തീരുമാനത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറം സാമ്പത്തികമായിട്ടുള്ള പരാധീനത കുറച്ച് കുറഞ്ഞു കിട്ടാനും അത് ഈ പറഞ്ഞ പോലെ നമ്മളെ ഓൺ ഫണ്ട്, കാരണം ഇപ്പൊ നമ്മള് ലാൻഡ് ഫണ്ടിൽ വരുന്ന തുച്ഛമായ അതും നമുക്കറിയാം കുറെ പ്രാധാന്യം അറിയിക്കുന്ന കുറെ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത കുറെ പദ്ധതികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് കിട്ടുന്ന 3 ലക്ഷം 2 ലക്ഷത്തിലേക്കും. പക്ഷെ അതുപോലെ ഓൺ ഫണ്ട് ചെലവാക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സാമ്പത്തിക സ്ഥിതി വളർന്നു വരേണ്ടതുണ്ട്. നമ്മളെ പ്രിയപ്പെട്ട അധ്യാപകർക്കൊക്കെ ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങിയ കാരണവന്മാരാണ്. അപ്പം അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ പാർട്ടിയോ നമ്മുടെ പാർട്ടി പ്രവർത്തകരോ നമ്മുടെ നേതാക്കളോ തല കുടിക്കേണ്ട ഒരു അവസ്ഥ 2 വർഷം കഴിയുമ്പോൾ വരിക എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കാൻ മാത്രമല്ല അവർ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ഈ KMCCയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും കുട്ടിപ്പറ ഗ്ലോബൽ KMCC വെച്ച് നിൽക്കാം. ഏതൊരു ചാരിറ്റി വർക്കാണെങ്കിലും എല്ലാത്തിനും അതിനപ്പുറം പാർട്ടി പ്രവർത്തകர்கள் അതിലേറെ 32 വാർഡിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഭാഗത്താണ് എല്ലാ കാര്യങ്ങളും ആദ്യം നടക്കുന്നത് എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത. മറ്റൊന്ന് നമ്മുടെ JK സാഹിബിനെ ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞ അദ്ദേഹത്തിനോട് എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് അറിയില്ല. ഒന്ന് നമ്മളെ ജയിപ്പിച്ചതല്ല, നമ്മുടെ പാർട്ടിയെ കരകയറ്റിയത്. കാരണം ഒരിക്കലും എന്നോട് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ ടെസ്റ്റ് ഒരിക്കലും മനസ്സിലാക്കിയല്ലേ, ഞങ്ങളിങ്ങനെ ശരിക്കും ഞെട്ടിച്ച് കാണുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ ചോദിച്ചു, ഈ ടെസ്റ്റുകൾ ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കിയതല്ലേ. കാരണം 2 കൗൺസിലർമാരും വന്നിട്ടില്ല, അത് വേണ്ടതായിരുന്നു. ഞങ്ങൾ എത്തുന്ന മുമ്പ് അന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്തി അരമണിക്കൂർ കഴിഞ്ഞിട്ട് എത്താതെ എനിക്ക് അനുസരിക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അങ്ങനെ തിരിച്ചു ചോദിക്കാൻ ഒരു ആർജവും അവസരം നൽകിയത് നയിക്കുന്ന നമ്മുടെ പ്രധാന നേതാക്കൾ തന്നെയാണ്. എല്ലാം കൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ്. 2 കൊല്ലം കഴിയുമ്പോഴും ഈ സന്തോഷം നിലനിൽക്കാനുണ്ടാകും. അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്